ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் டு மை சேனல். நான் இன்னும் பொங்கல் இதாகிட்டு எங்கள் வீட்டுக்கு நான் வந்திருக்கேன். இது என்னுடைய அம்மச்சியாகும், அதாவது பாட்டி அம்மா. இவங்க അമ്മച്ചിയെ കുറിച്ച് പറ എന്തെങ്കിലും. എൻ്റെ അമ്മച്ചി കേരളത്തിലുള്ളവരാണ്. അമ്മച്ചി പറയുക, അമ്മച്ചി കേരളത്തിലാണ്. എൻ്റെ സ്ഥലം കേരളമാണ്. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ഈ തമിഴ്നാട്ടിലെ തക്കരയിലാണ്. ഇവിടെ വന്ന് രണ്ടൊന്ന് കുഞ്ഞുങ്ങളൊക്കെ ആയി. അവർ കല്യാണം കഴിച്ചു കൊടുത്തു. പേരനും പേരത്തെയൊക്കെ ചെറുമക്കളൊക്കെ പ്രസവിച്ചു. ഞാനിത് നല്ല കാര്യമായിട്ടിരിക്കുന്നു. എനിക്ക് വയസ്സായിപ്പോൾ. എൻ്റെ ഭർത്താവ് മരിച്ചു, 7 വർഷം ആവണു. എൻ്റെ അണ്ണന് 2-3 ദിവസമേ ആയുള്ളൂ. 2 എണ്ണം ഉണ്ട്. മൂത്തെണ്ണം നേരത്തെ കഴിഞ്ഞു പോയി. ഇപ്പം ഇന്ന് 2 ദിവസം എൻ്റെ ഇളയ അണ്ണൻ മരിച്ചു. ശരി, അമ്മച്ചി നല്ല പാട്ട് പാടും. എൻ്റെ അമ്മച്ചി നമ്മൾ വാഴ നട്ടിരുന്നല്ലേ? വാഴ നട്ടപ്പോൾ അമ്മച്ചി പറഞ്ഞല്ലേ ഒരു പാട്ട് പാടി എല്ലാവരും പഠിക്കണം. അപ്പൊ ആ വാഴയെ കുറിച്ചുള്ള ഒരു പാട്ട് പാടാം. നടക്കണം. വേറെ ആര് പറഞ്ഞാലും അതിനില്ല. അവള് വാഴ നട്ടു, അവൾക്ക് വാഴത്തോട്ടമുണ്ട്. ആ വാഴയെ കുറിച്ചുള്ള പാട്ട് പാടണം. ഞാനൊന്നും വീട്ടിൽ ചെന്നു ആനന്ദം കലർന്നെൻ്റെ വാഴയ്ക്കു വളമിട്ടു വെള്ളം കോരും. നല്ലതൈ വാഴ വെച്ചു നല്ല പൂ കുലച്ചിടും. നല്ലൊരു കുല ഞാനെടുക്കും. പൂവനും പടത്തിയും പാളയംകോടൻ കണ്ണൻ ഈ വീതം പല നട്ടു വളർത്തും. ഞാൻ നട്ടു വളർത്തും. പിന്നെ അമ്മച്ചിയെടുത്ത് സംസാരിച്ചെങ്കിൽ നമുക്ക് സമയം പോണതേ അറിയില്ല. ഇനി അടുത്ത അമ്മച്ചിയുടെ ടാലന്റ് ഒക്കെ പറയണോന്ന്. ശിവന്റെ നാമം, അമ്മച്ചി ശിവന്റെ നാമം പറയട്ടെ. പറയണം. അപ്പോഴത്തെ ബ്യൂട്ടി. തിങ്കക്കരാഞ്ചിതം കോടീരബന്ധനം ഗംഗാഭുജംഗവും നെറ്റിത്തടം തന്നിൽ ലംഘരാത്നാവിന് ചുട്ടൊരു നേത്രവും അർക്കനന്ദാക്ഷികരിപ്പടമാകിയ തൃക്കണ്ണ് 2 തിരുനാശോഭയും ചെഞ്ചോടി 2 ചെറിയമേൽ മീശയും പുഞ്ചിരി പൂനിരാഗങ്ങളും പുരിയങ്ങളും കണ്ണാടി പോലുള്ള ഗണ്ഡസ്ഥലങ്ങളും പൂർണ്ണപത്ര അഭിപ്രാശപ്രാരവും കാളകൂടാങ്കിലം കണ്ടവും കൂവളം മാലയും ചാമ്പലും എലുമ്പും കവാലവും ശൂലവും മാനും മഴുവും മതഗജത്തോനും മണിപൂണാ നൂലാ മണിയും ചെല്ലും. ആയുധജാലം വിളങ്ങുന്നു കൈകളോ 1000 ഇടാ പാതിമാ ദേവിയും കാലനും നാഗത്തിലമ്പും കമലജ ചേരനും ചേവടി 2 മറന്നുപോയി. ഇല്ലെന്നല്ലേ? മറന്നുപോയി. ചേവടി 2 കമലജ ചേരനും ചേവടി 2 വൃഷഭൃംഗ ഭംഗിയും സുന്ദര വൃഷഭൃംഗം ഭംഗിയും സുന്ദരം നന്ദിയം സദാ വന്നിരം സുന്ദരേശ സാമിത സ്വർണ്ണ വിഗ്രഹം സുന്ദരേശ സ്വാമി സന്നിധാനത്ത് നന്ദി വയ്യ തുങ്ങാഭയ്യ വിളങ്ങുന്നു ഗംഗാധര ശിവൻ. ശങ്കരേ ശൈലജൻ കാന്തേ ശരണിയൻ സങ്കടം തീർത്ത് കാറ്റിടണം എപ്പോഴും. ഗംഗാധര ജയ ഗൗരിവരേ ജയ മംഗളമഹ ദേവാലയ ജയ സ്വരൂഢാജയ സുന്ദരേശ ജയ വാമദേവ ശിവ സർവജയ ജയ നീലകണ്ഠാജയ ഹാരസ്യ നായക ശംഭോ ജയ ജയ. ദാരിദ്ര്യ ദുഃഖങ്ങൾ ഒഴിക്കണം ദൈവമേ, ദരോഷണാദി കുറയ്ക്കണം ദൈവമേ, ആർത്തിക്കടി വിടാതാക്കണം ദൈവമേ, വൃത്താൽ ചിന്ത ശമിക്കണം ദൈവമേ, അർത്ഥസമ്പത്തു വരുത്തണം ദൈവമേ, കീർത്തി കല്യാണം വരുത്തണം ദൈവമേ, സന്താന സൗഖ്യം വരുത്തണം ദൈവമേ, സന്താപങ്ങളൊക്കെ ഒഴിക്കണം ദൈവമേ, പൂർത്തികളൊക്കെ വരുത്തണം ദൈവമേ. ഇത്തം ഞാനിതാ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. പരമശിവനെ പരാശക്തി തായേ ശങ്കര സദാശിവ എനിക്ക് നിത്യമിങ്ങനെ സ്മരിച്ചുകൊണ്ടിരിപ്പതി അനുഗ്രഹിക്ക ദൈവമേ, അനുഗ്രഹിക്ക ദൈവമേ, അനുഗ്രഹിക്ക ദൈവമേ. പിന്നെ വേറെ എന്തോന്നു? അത്ര തന്നെ. വേറെ വലിയ പാട്ടുണ്ട്. അമ്മച്ചി എങ്ങനെയാണ് ഇവിടെ തമിഴ്നാട്ടിൽ വന്നത്? ഇവിടെ തക്കലയിൽ കന്യാകുമാരിയിൽ കല്യാണം കഴിച്ചു വന്നു. അതെന്തുകൊണ്ടാണ് അവിടെ കേരളത്തിലേക്ക് കിട്ടാതെ ഇവിടെ എന്തിനു കിട്ടിയത്? കേരളത്തിൽ എന്ന് വെച്ചാൽ കേരളത്തില്
നല്ല ജോലിയുള്ള ആളുകൾക്ക് അതൊന്നും ഗവൺമെൻറ് ജോലിയുള്ള അപ്പോഴാണ് പണ്ട് കന്യാകുമാരിയും കേരളവും ഒന്നിച്ചിരുന്നു. ഒന്നിച്ചിരുന്നു. ആ സമയമാണ് അപ്പൂപ്പൻ ഇവിടെ കിട്ടിയത്. ഗവൺമെൻറ് ജോലിക്കാരനെ അമ്മച്ച് പോകുന്ന ഒരു പിടിവാദം എടുത്തു. അപ്പോഴ് ഞാൻ ഇവിടെ ഇരിക്കണമെന്ന് അവിടെ ഒരു ജോലിയുള്ള അങ്ങനെ ആഫീസിൽ ജോലിയുള്ള ആൾക്ക് അറിയാം. അവർ വന്ന് നമ്മുടെ വന്ന് ഇന്നെത്തുന്നുണ്ട്. അവരിവിടെ ഉള്ളവരെല്ലാം കോട്ടയത്തുള്ളവരാണ്. അയാൾക്ക് ഇവിടെയാണ് ജോലി. ഞങ്ങൾക്ക് ഈ തമിഴ്നാട്ടിൽ അങ്ങനെ തന്നെ എല്ലാവരും പറയണം. കച്ചേരിയിലാണ്, താലൂക്ക് കച്ചേരിയാണ് ജോലി. റവന്യൂ ഇൻസ്പെക്ടറായിരുന്നു. ആ ഗവൺമെൻറ് ജോലി കണ്ട് എൻ്റെ അമ്മയ്ക്ക് കല്യാണം കഴിച്ചു. തക്കരെ വന്നു. പിന്നെ ശരി, അപ്പം അടുത്തത് പിന്നെ വേറെ എന്തോന്ന് വിശേഷം? ഇപ്പം ഞാൻ അമ്മച്ചിയെ വന്ന് ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. വീഡിയോ എടുക്കുന്നത് മനസ്സിലായോ? ഈ വീഡിയോ വന്ന് ലോകം ഫുള്ളും അറിയും. അമ്മച്ചിയുടെ മുഖമൊക്കെ അറിയും. അത് ഈ മക്കളെ അറിഞ്ഞ കൊള്ളാമോ അങ്ങനെ പത്ത് ഇപ്പം മരിച്ചതിൻ്റെ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അത് എല്ലാവരും അതൊന്നും പക്ഷെ എല്ലാവരും അമ്മച്ചിയെ നോക്കും. ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം. കരഞ്ഞെങ്കിൽ പിന്നെ എല്ലാവരും ഡിസ്ലൈക്ക് ചെയ്ത് കളയും. ആരും അമ്മച്ചി എന്നിട്ട് പാട്ടി എന്ന് വിളിക്കുന്നത്. വേണ്ട, പാട്ടി എന്ന് പറഞ്ഞ അമ്മച്ചിക്ക് ഇഷ്ടമില്ല. അതെന്ത് പാട്ടി? തമിഴ്നാട്ടിൽ കേരളത്തിലുള്ളവർ. അതിന് തമിഴ്നാട്ടിലല്ലേ ജീവിതം ഉള്ളത്. തമിഴ്നാട്ടിൽ ജീവിതമാണെങ്കിൽ അവരാരും എന്നെ പാട്ടി എന്ന് വിളിക്കില്ല. എല്ലാവരും അമ്മച്ചിനെ എന്നെ വിളിക്കും. എൻ്റെ എൻ്റെ വേഷം കണ്ട് അവർ അമ്മച്ചിനെ അറിയാതെ വിളിച്ചു. ഞാൻ സാരി ഉടുക്കത്തില്ല. ഞാൻ മുണ്ടും നേരിയതോട് ഉടുക്കണം. അത് ശരി. നാളെ പൊങ്കല്. അമ്മച്ചിനി എന്ന് കേരളത്തിൽ വരും? കേരളത്തിൽ ഇനിയിപ്പോൾ ഡ്രാമ തുടങ്ങും. ഇല്ല, നിശ്ചയമില്ല. ഇനിയിപ്പൊ കരയും. ഇല്ല, ഞാൻ കരയില്ല. മക്കളെ എൻ്റെ കണ്ണേ എന്നെ സങ്കടം പറയിപ്പിക്കാതെ രാജാ. ഈ ഫേസിൽ നിമിഷത്തിന് നിമിഷം ഓരോ ആക്ഷൻ വന്നുകൊണ്ടിരിക്കും. അമ്മച്ചി ഇച്ചിരി കര. ദേഷ്യം കാണിയിട്ട് ദേഷ്യം ഇങ്ങനെ ഇനി കുറച്ചുകൂടി ദേഷ്യം കുറച്ചുകൂടി പോണു. എന്നോട് ഈ വിളയാട്ടൊന്നും പാടില്ല. ഞാൻ കാര്യം പറയാണ്. പിന്നെ വേറെ അടുത്ത കരയുന്നത് കരഞ്ഞുള്ള ഡയലോഗ്. വിഷമം എന്താ എന്നെ ഇട്ട് വെച്ച് പോയി. ഭയങ്കര ആക്ടിങ് ആണ്. പിന്നെ ശരി, അമ്മച്ചി പറയണം. എൻ്റെ ചെറുമോള് വന്ന് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. സബ്സ്ക്രൈബ് പറ. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. ബൈ പറ. നമ്മളിനി വേറെ വീഡിയോയിൽ കാണാം. ബൈ ബൈ. എൻ്റെ ചെറുമോള് ഇതിട്ടിരിക്കുന്നു. ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ചാനലാ? എൻ്റെ ചെറുമോള് കേരളത്തിലാണ് കല്യാണം കഴിച്ച്. ഇവിടെയാണ് കല്യാണത്തിലാണ് പ്രസവിച്ചത്. എൻ്റെ മകള് പിള്ള. അതൊന്നും പറയണ്ട. അവള് എൻ്റെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് അത് എൻ്റെ ചാനലിന് സപ്പോർട്ട്. ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ബൈ. ഉമ്മ ഗുഡ് നൈറ്റ്. ഉമ്മ അങ്ങനെ ഉമ്മ. പ്ലെയിൻ കിസ്. കണ്ട കൊച്ചു പിള്ളേരെ സ്വഭാവമാണ്. ശരി, ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.